ഇപ്പോഴിവിടെ BJPയും അതുപോലെ തന്നെ UDFും പാനൂര് ബോംബ് നിർമ്മിക്കുന്നതിനിടയിലുണ്ടായിട്ടുള്ള ഒരു അശ്രദ്ധയോ എന്തോ പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ഭാഗമായി പൊട്ടിത്തെറിച്ച് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, 1-2 ആൾക്ക് പരിക്കും പറ്റി. അവരെ പിന്നീട് ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി. നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ടാണ് കൊണ്ടുപോയത്. ഇടതുപക്ഷത്തിനൊക്കെ സ്വാധീനമുള്ള മേഖല തന്നെയാണ്. അവരെ കൊണ്ടുപോയി. ഒരാൾ മരിച്ചു, മറ്റുള്ളവർക്ക് പരിക്കുമുണ്ട്. പരിക്കുള്ളവരെല്ലാം ആശുപത്രിയിലുണ്ട്. അവരെല്ലാം പേരിൽ കേസുമുണ്ട്. അപ്പോൾ തുടങ്ങിയല്ലോ പ്രചരണം. ഇന്നും അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. കൃത്യമായിട്ട് പാർട്ടി പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. കാര്യകാരണ നിയമം വേണമല്ലോ. ഒരു ബോംബുണ്ടാക്കണമെങ്കിൽ ആ ബോംബുണ്ടാക്കുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം CPM സംബന്ധിച്ചില്ല. ഞങ്ങളുടെ നിരവധി കേഡർമാരെ അതിനുശേഷം കൊന്നിട്ടുണ്ട്. ഇരട്ട സഖാക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 സഖാക്കളെ വരെ കൊന്നിട്ടുണ്ട് ഒരേ സ്ഥലത്ത്, തിരുവനന്തപുരത്ത്. ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയെ കൊന്നിട്ടുണ്ട് ഇതിനിടെ. ഇങ്ങനെ വന്ന ഒരു കൊലപാതകത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനങ്ങളെ അണിനിരത്താനല്ലാതെ അതിന് പകരം കൊല്ലുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ CPIM അക്രമം നടത്താൻ വേണ്ടി ബോംബുണ്ടാക്കുകയാണ് എന്ന കള്ളപ്രചാരവേല. ഒരു കാര്യകാരണ നിയമവും അടിസ്ഥാനപ്പെടുത്താതെ ഈ കഴിഞ്ഞ കുറെ കൊല്ലത്തെ 3, 4, 6 കൊല്ലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങളുടെ സഖാക്കളെ പോലും വകവരുത്തിയിട്ട് അത്തരത്തിലുള്ളവരെ പോലും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവില്ലായിട്ടൊന്നുമല്ല. ബലവാനു മാത്രമേ ശരിയായ രീതിയിൽ ക്ഷമിക്കാനാവുള്ളൂ, ആത്മസംയമനം പാലിക്കാനാവുള്ളൂ. ദുർബലന് സാധിക്കില്ല. ഞങ്ങൾ ആശയപരമായി രാഷ്ട്രീയമായി വ്യക്തതയോടുകൂടിയാണ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് കൊലപാതകത്തിന്റെ വക്താക്കളാക്കാൻ ഒരു ബോംബ് അത് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നു. ആരൊക്കെ BJPക്കാരൻ മരിച്ചിട്ടുണ്ട്. അവർക്കല്ല ഇതിന്റെ ഉദ്ദേശമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചതാണ്. ആ ഉപേക്ഷിച്ച കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഷാഫി പറമ്പിൽ തൽക്കാലം രക്ഷപ്പെടാൻ ജയിക്കാനാവുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ വർഗീയതയുടെ ഒപ്പം SDPIയെ കൂട്ടുന്നതിനോടൊപ്പം BJPയെ വിലക്ക് വാങ്ങുന്നതിനോടൊപ്പം അവിടെ ഈ പറയുന്ന കൊലപാതകത്തിന്റെ പേരും പറഞ്ഞിട്ട് ഏതോ ഒരു സ്ഫോടനത്തിൽ ഒരു പങ്കുമില്ലാത്ത ഞങ്ങളെ സംബന്ധിച്ച് ചേർക്കുകയാണ്. പിന്നെ ഇന്നലെ വലിയ വാർത്ത, അവിടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ സംസ്കാരത്തിന് മുമ്പ് പോയി, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ പോയി. നിങ്ങൾ കാണണം, ഒരു പ്രദേശത്ത് സംഘർഷം ഒന്നുമില്ല, സാധാരണ പോലെ പോവുകയാണ്. അപ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ മരിക്കുന്നത്. ആ മരിച്ച കുടുംബങ്ങൾ അവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം പോയിട്ടുണ്ട്. MLA പോയിട്ടുണ്ട്, ജനപ്രതിനിധികൾ പോയിട്ടുണ്ട്, അവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി തള്ളി പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാരും പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അയൽപക്കത്തുള്ള ആളുകൾ പോയിട്ടുണ്ട്. അതെല്ലാം പർവ്വതീകരിച്ച് വാർത്തയാക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീർപ്പിച്ചിട്ടില്ല. ഇന്നിപ്പോ മനോരമയിലെ ഫ്രണ്ട് പേജിൽ വാർത്ത എന്താ, ഒരു DYFI നേതാവിനെ പിടിച്ചു എന്നാണ്. 2 ആളെ പിടിച്ചിട്ടുണ്ട്. അതിൽ DYFI നേതാവിനെ പിടിച്ചു എന്നാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചു, എന്താ പ്രശ്നം. ഇവര് ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു DYFI പ്രവർത്തകനാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇതാണ്ടായത്. അപ്പൊ അത് സംബന്ധിച്ച് കൃത്യമായ ധാരണ വേണം. ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം പോലും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പരിശോധിക്കണം. തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ ഇതേവരെ വെച്ചുപൊളിപ്പിച്ചിട്ടില്ല. ഈ കൂട്ടർ എന്ന് പറയുന്നത് പാർട്ടി സഖാക്കൾക്ക് നേരെ മർദ്ദനം നടത്തി 2 കേസ് പ്രതിയാ. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വീട് ആക്രമിച്ച കേസിൽ പ്രതിയാ. പാർട്ടി എത്രയോ കാലം മുമ്പ് തന്നെ ഈ ഗ്യാങ്ങിനെ തള്ളിപ്പറഞ്ഞാണ്. അവിടെ തന്നെ അപ്പുറവും ഇപ്പുറവുമുള്ള ഗ്യാങ്ങുകൾ തമ്മിൽ മത്സരമുണ്ട്, പ്രത്യേകിച്ച് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടാകുക. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്തിനാ ബോംബ് ഉപയോഗിക്കാത്ത ഒരു പാർട്ടിയാണല്ലോ CPIM. കോൺഗ്രസ് ആണല്ലോ ബോംബ് ഈ രാജ്യത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കണ്ണൂർ DCC ഓഫീസിന്റെ മേലെ ഒരു പത്രസമ്മേളനം നടത്തി. ഒരു കോൺഗ്രസ് വക്താവ് പോയി. എന്നിട്ട് പത്രസമ്മേളനത്തിനടുത്ത് ആദ്യം ഒരു ബോംബ് എടുത്ത് കാണിച്ചു. ഈ ബോംബ് ഒന്നും സംഭവിക്കില്ല എറിഞ്ഞാൽ. അയാൾ വിശദീകരണമാണ്. പുകയുണ്ടാവും, നല്ല പുക.
പുകയുണ്ടാകുന്ന വലിയ ബോംബ്. രണ്ടാമത്തെ ഒരു ബോംബ് എടുത്ത് കാണിച്ചു. ഈ ബോംബ് ചില്ലറ പരിക്കുണ്ടാവും, വേറെ കുഴപ്പമുണ്ടാവില്ല, അതിന്റെ ശേഷി പറയാ. മൂന്നാമതൊരു ബോംബ് കാണിച്ചു, തീരും പണി. മൂന്നാമത്തെ ബോംബിലാണ് തീരുന്ന പണി. ഇത് DCC ഓഫീസിന്റെ മട്ടുപ്പാവിന്റെ മേലെ സൂക്ഷിച്ചു വെച്ച ബോംബ് പത്രക്കാരെ കാണിച്ച് ബോംബ് രാഷ്ട്രീയത്തിന്റെ കാലത്ത് സുധാകരൻ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാക്കിയ കാര്യം അവർ തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ മുണ്ടാട്ടിലല്ലോ. എന്നിട്ട് ഷാഫി പറമ്പിൽ ഇപ്പോൾ സമാധാനത്തിന്റെ വക്താവായി നടക്കുകയാണ്. VD സതീശൻ സമാധാനത്തിന്റെ വക്താവായി നടക്കുകയാണ്. ഞങ്ങളാണ് ഈ കേരളത്തിൽ സമാധാനത്തിന് വേണ്ടി നമ്മുടെ സഖാക്കളുടെ ജീവിതം പോലും സമർപ്പിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെ പ്രകോപനപരമായിട്ട് കാണാതെ ആത്മസംയമനത്തോടെ കണ്ട് ഈ അന്തരീക്ഷം ഉണ്ടാക്കിയത് CPIM മുൻകൈയിലാണ്. എന്നിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ ഇലക്ഷന്റെ ഭാഗമായി വലിയൊരു കടന്നാക്രമണം നടത്താനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തെയെല്ലാം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആ അർത്ഥത്തിൽ ഇവിടെ ഈ മണ്ഡലം, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ജയിക്കുന്നുണ്ട്, പലപ്പോഴും തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുത്തക സീറ്റൊന്നുമല്ല ഇതായിരിക്കും. അത്ഭുതകരമായ രീതിയിൽ ജയിക്കും, ചിലപ്പോൾ തോക്കുകയും ചെയ്യും. ഏതായാലും ഇപ്രാവശ്യം കേരളത്തിലെ 20 നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ അപകടം, ഈ രാജ്യത്തിന്റെ മുമ്പിലുള്ള അപകടം, അതിനെ നേരിടാൻ പ്രാപ്തരാവണം ഈ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ. അതുകൊണ്ടാണ് മന്ത്രി, PV മെമ്പർ, CC മെമ്പർമാർ, MLA മാർ ഇവരെല്ലാം നിർത്താൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ്. എല്ലാ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഷൈൻ ടീച്ചർ. KSCയുടെ നേതാവായിരുന്നു, മഹിളാ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അതുപോലെ ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റിൽ മത്സരിച്ച് ജയിച്ച പാരമ്പര്യം ടീച്ചർക്കുണ്ട്. ഇതെല്ലാം വെച്ച് ഈ എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അത്ഭുതം സൃഷ്ടിക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രതിനിധിയായി ഷൈൻ ടീച്ചറെ നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. അവരുടെ അടയാളമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി അവരെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണിത് എന്നാണ് നിങ്ങൾ ധരിക്കുക.